Hi students, welcome to Manorama Horizon. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഇൻ ഡിഫറെന്റ് മീഡിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എക്സ്പീരിയൻറ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തിട്ട് അതിനകത്ത് പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ് ആയിരിക്കും കാണുന്നത്. ലൈക്ക് പെൻസിൽ വിൽ ബി ഡിസ്കണ്ടിന്യൂസ് അല്ലേ, നിങ്ങൾക്ക് ഫീൽ ലൈക്ക് പെൻസിൽ ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, സോ പക്ഷേ പെൻസിൽ ഡിസ്കണ്ടിന്യൂസ് ആണോ? അതായത് വാട്ടറിന്റെ ആ സർഫസിൽ വെച്ചിട്ട് പെൻസിൽ ഒടിയുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. സോ എന്തോ ഒരു ഒപ്റ്റിക്കൽ ഫിനോമിനൻ ആണ്, ലൈക്ക് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പെൻസിൽ ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ അതിന്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് വേവ് ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പീഡിലായിരിക്കും എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ആ ഡിഫറെന്റ് മീഡിയത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലൈറ്റ് വേവിന്റെ സ്പീഡിന് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ലൈക്ക് ഡിഫറെന്റ് മീഡിയത്തിലുള്ള ലൈറ്റ് വേവ്സിന്റെ സ്പീഡാണ്. സോ വാക്വത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് വേവ് ഈസ് നത്തിങ് ബട്ട് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതേസമയം വാട്ടറിലൂടെ ഒരു ലൈറ്റ് വേവ് സഞ്ചരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന സ്പീഡ് എത്രയാണ്? 2.25 × 10⁸ മീറ്റർ/സെക്കൻഡും. ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പിന്നെയും കുറയുന്നുണ്ട്, 2 × 10⁸ മീറ്റർ/സെക്കൻഡ് അപ്രോക്സിമേറ്റ്ലി. ആൻഡ് ഡയമണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് വീണ്ടും കുറഞ്ഞ് 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആവുന്നുണ്ട്. സോ സ്പീഡ് ഓഫ് ലൈറ്റ് ഓരോ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴും ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. സോ ദർ ഈസ് സംതിങ്, എന്തോ ഒരു റിലേഷൻ ഉണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്നതിന് ഒരു റീസൺ ഉണ്ട്, ആൻഡ് ആ റീസൺ ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡിഫറെന്റ് മീഡിയം വിച്ച് വിൽ ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് എന്ത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. So optical density is a measure which shows how a medium influences the speed of light while traveling through the medium. ഒരു ലൈറ്റ് റേ ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ആ ലൈറ്റ് റേക്ക് ഉണ്ടാവുന്ന സ്പീഡിന്റെ ഡിഫറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ് സ്പീഡ് ഓഫ് ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സോ വെനെവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എ മീഡിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഡിക്രീസസ്. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സ്പീഡ് ഓഫ് ലൈറ്റ് മാറുന്നത്. നമ്മൾ നേരത്തെ കണ്ടു വാക്വത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡും. വാട്ടറിലെത്തിയപ്പോൾ അത് കുറഞ്ഞ് 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയി. സോ ഓരോ മീഡിയം, അതായത് വാട്ടറിനേക്കാളും ഡെൻസർ മീഡിയമാണ് ഗ്ലാസിനേക്കാളും ഡെൻസർ ആണ് ഡയമണ്ട്. സോ ഓരോ മീഡിയത്തിന്റെ ഡെൻസിറ്റി കൂടുന്തോറും എന്ത് സംഭവിച്ചു? സ്പീഡ് ഓഫ് ലൈറ്റ് കുറഞ്ഞു വന്നു. സോ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എ മീഡിയം. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടന്റ് ഒപ്റ്റിക്കൽ ഫിനോമിനൻ ആണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ ഈസ് നത്തിങ് ബട്ട് ദ ബെൻഡിങ് ഓഫ് എ വേവ് വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. അതായത് ഒരു ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് റേസിൽ ഒരു ബെൻഡിങ് ഉണ്ടാവും. സോ ആ ബെൻഡിങ്ങിനെയാണ് എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഫിനോമിനൻ എന്ന് പറയുന്നത്. Refraction of light occurs whenever the light beam is traveling from one medium of a particular density to another medium of different density. So refraction സംഭവിക്കാനുള്ള ഒരു കാരണം എന്താ? ഡെൻസിറ്റി ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റ് റേ ഒരു മീഡിയം, ലെറ്റ്സ് സേ എയർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ നിന്നും വാട്ടർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലോട്ട് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ വാട്ടറിന്റെയും എയറിന്റെ ഡെൻസിറ്റി ഈസ് ഡിഫറെന്റ്. സോ ആ ഡെൻസിറ്റി ഡിഫറൻസ് കാരണം എന്ത് സംഭവിക്കും? ലൈറ്റ് റേയിൽ ഒരു ചെറിയ ബെൻഡിങ് ഉണ്ടാവും. അതായത് നോർമലി ഇൻസിഡന്റ് ആയിട്ട് പോകേണ്ട അതേ ഡയറക്ഷനിൽ നിന്നും ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാവും. സോ ആ ഡീവിയേഷനാണ് എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫെനോമിനൻ, ഒപ്റ്റിക്കൽ ഫെനോമിനൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും there are two different medium, one is water and one is air. So incident wave അല്ലെങ്കിൽ ഇൻസിഡന്റ് ലൈറ്റ് റേ is coming at a particular angle of incidence. അതായത് ഒരു നോർമലില് θi എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡന്റില് ഒരു ഇൻസിഡന്റ് റേ വരികയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ദർ വിൽ ബി എ സ്മോൾ ഡീവിയേഷൻ. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ത്രൂ ദ സെയിം പാത്ത്, അതായത് സെയിം പാത്തിലൂടെ പോകുന്നതിന് പകരം ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കും ഡെൻസിറ്റിയിലുള്ള ഡിഫറൻസ് കാരണം. സോ ആ ഒരു ആംഗിൾ, ആ ഡീവിയേറ്റഡ് റേ അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേ നോർമലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? θ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ θr, ഓർ ഇവിടെ നമുക്ക് θ1 ആൻഡ് θ2 എന്ന് പറയാം. സോ ഇൻ ദിസ് കേസ്, ഈ ഒരു കേസിൽ നോക്കിയാൽ θ1 ഈസ് നോട്ട് ഈക്വൽ ടു θ2. ഓക്കെ, θ1 ഉം θ2 ഈക്വൽ ആയ അവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വെനെവർ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഈക്വൽ ആയ ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഈസ് നോ റിഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ
θ1 and θ2 are different. So ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ ദ റിഫ്രാക്ഷൻ ഈസ് നത്തിങ് ബട്ട് ഡെൻസിറ്റി ഡിഫറൻസ്. ഓക്കെ, ഡെൻസിറ്റിയിലുള്ള ഡിഫറൻസ് ആണ് എന്ത് റിഫ്രാക്ഷൻ ഉള്ള ഒരു വൺ മെയിൻ റീസൺ, ഡെൻസിറ്റി ഡിഫറൻസ്. സോ നമുക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷൻ, നമ്മൾ ലൈറ്റ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ലൈറ്റിന്റെ ചാപ്റ്റർ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് there are certain laws of reflection, similarly there are laws of refraction also. So refraction lawയും reflection lawയും is almost similar. Okay, നമ്മൾ നോക്കിയാൽ നമുക്ക് സിമിലാരിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. So first law of refraction എന്ന് പറയുന്നത് എന്താണ്? The incident ray, the refracted ray and the normal to the interface of the two transparent media at the point of incident lie in the same plane. So ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ 3 rays ആണ്. Incident ray ഉണ്ട്, refracted ray ഉണ്ട് and a normal ഉണ്ട്. So all these 3 lies on the same plane and 2 different transparent media. One is air, the other transparent media is water. So 2 different transparent media ഉണ്ട്. And അവിടെ എന്താണ്, അവിടോട്ട് വരുന്ന ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും ഈ 3 റേസും ഉണ്ടാവുന്നത്. സെക്കൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് സ്നെൽസ് ലോ പറയുന്നത് എന്താണ്? The ratio of sine of angle of incidence, sine of angle of incidence-ഉം sine of angle of refraction-ഉം തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ലോ ഈസ് നോൺ ആസ് സ്നെൽസ് ലോ. അതായത് ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ sine of angle of incidence which is sin θ1 to the sine of angle of refraction sin θ2 എന്ന് പറയുന്നത് is a constant. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ മീഡിയം, ഒരു ഇപ്പൊ എയർ വാട്ടർ മീഡിയം അല്ലെങ്കിൽ എയർ ഗ്ലാസ് മീഡിയം, ഒരു സെർട്ടൈൻ മീഡിയത്തിന് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ഈ കോൺസ്റ്റന്റിന് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും, ഓൾസോ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ എൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും ഈ കോൺസ്റ്റന്റിന്. ഓക്കെ, ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ എൻ. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്നെൽസ് ലോ. സോ 2 ലോസ് ഓഫ് റിഫ്രാക്ഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ എന്ത് എല്ലാം ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും ലൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സെക്കൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ വിച്ച് ഈസ് കോൾഡ് ആസ് സ്നെൽസ് ലോ പറയുന്നത് എന്താണ്? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ പറഞ്ഞു ആ കോൺസ്റ്റന്റിന് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു. സോ വാട്ട് ഡു നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. സോ വാട്ട് ഡു യു മീൻ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? Refractive index is nothing but the ratio of speed of light in vacuum to the speed of light in a medium is the refractive index of that medium. അതായത് ഇപ്പൊ എയർ എന്ന് പറയുന്ന ഒരു മീഡിയം ഓർ ലെറ്റ് us say another മീഡിയം നമുക്ക് എടുക്കാം. വാട്ടർ ഇസ് എ മീഡിയം. ഓക്കെ, സോ വാട്ടറിലൂടെ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡിന്റെ ഡിഫറൻസ് അറിയാം, നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു. സോ വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിന് വാട്ടർ ഹാസ് എ പർട്ടിക്കുലർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓരോ മീഡിയത്തിനും ഒരു പർട്ടിക്കുലർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടായിരിക്കും. സോ ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദാറ്റ്? നമുക്ക് എങ്ങനെയാണ് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. സോ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെറ്റ് us say NW, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ? റേഷ്യോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണ്? നമുക്ക് അതിന്റെ വാല്യൂ 3 × 10⁸ m/s ആണ് അല്ലേ, അപ്രോക്സിമേറ്റ്ലി. ആൻഡ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം, അതായത് വാട്ടറിലൂടെ വാട്ടർ ട്രാവൽ ചെയ്യും, ലൈറ്റ് വാട്ടറിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള സ്പീഡിന്റെ റേഷ്യോനെയാണ് എന്ത് പറയുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മീഡിയം. സോ C/V എന്ന് പറയും. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് റേ ട്രാവലിംഗ് ത്രൂ ദാറ്റ് മീഡിയം. ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് റേന്റെ വെലോസിറ്റിയാണ് നമ്മൾ V കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഓക്കെ, സോ ഈ 2 ടേംസ് നമുക്ക് അറിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ സെർട്ടൻ മീഡിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഇതിനെ തന്നെ നമ്മൾ അബ്സല്യൂട്ട്, ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ? ദിസ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ എന്ത്? റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ സെർട്ടൻ മീഡിയം ആണ്. സോ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ തന്നെ നമ്മൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും പറയും. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആൻഡ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന N എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് തന്നെ, സ്മോൾ ലെറ്റർ N അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ NM എന്ന് നമ്മൾ ചില ടൈമിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ സ്മോൾ ലെറ്റർ N_M എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് വെനെവർ ലൈറ്റ് ഈസ് എൻറ്ററിങ് ഫ്രം വാക്വം ടു എ സെർട്ടൈൻ മീഡിയം, അതായത് ഒരു ലൈറ്റ് റേ
വാക്വം അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമ്മൾ വാക്വം ഈസ് ഇക്വലൻ ടു എയർ എന്ന് പറഞ്ഞെടുക്കും. സോ എയറിൽ ലൈറ്റ് റേയിന്റെ സ്പീഡ് ഈസ് ഇക്വലൻ ടു വാക്വത്തിലെ സ്പീഡ്. സോ ലൈറ്റ് റേ ഈസ് എൻട്രിങ് ഫ്രം എയർ ടു എ പർട്ടിക്കുലർ മീഡിയം. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിഫറെന്റ് മീഡിയം. സോ ഇവിടെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇക്വലൻ ടു 1.0003. അതായത് സ്ലൈറ്റ് ഡിഫറൻസ് ഈസ് ദർ. ലൈറ്റ് വാക്വത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും എയറിലൂടെ സഞ്ചരിപ്പിക്കുന്ന സ്പീഡിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.0003 എന്ന് പറയുന്നത്, ഓൾമോസ്റ്റ് ഇക്വലൻ ടു 1, റൈറ്റ്? ദെൻ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.33. ഡയമണ്ട് ഹാസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2.417. ഐസ് എന്ന് പറയുന്ന മെറ്റീരിയൽ, ഐസിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.31. ആൻഡ് ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിന് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന് 1.36 ആണ് എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ആൻഡ് ഇത് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ലൈറ്റ് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം സി ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഓക്കെ, സി ബൈ വി വെച്ചിട്ടാണ് നമ്മൾ ഈ പർട്ടിക്കുലർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി അനദർ കേസ് നമ്മൾ നോക്കിയാൽ, വാട്ട് ഇഫ് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം? എയറിൽ നിന്നും വാട്ടറിലേക്ക് വരുന്നതിന് പകരം വാട്ട് ഇസ് ഇഫ് ഒരു ലെറ്റ് us say വാട്ടർ ടു ഡയമണ്ട് ഓർ വാട്ടർ ടു ഗ്ലാസ്, അങ്ങനെ ഡിഫറെന്റ് മീഡിയം, വാട്ടർ ആൻഡ് ഗ്ലാസ്. സോ രണ്ട് ഡിഫറെന്റ് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. സോ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇവിടെ ഇപ്പൊ രണ്ട് മീഡിയം ഉണ്ട്, മീഡിയം 1 ആൻഡ് മീഡിയം 2. ഓക്കെ, സോ ഇവിടെ മീഡിയം 1-ലൂടെ ലൈറ്റ് റേയിന്റെ വെലോസിറ്റി ലെറ്റ് us say v1 ആണെന്നും മീഡിയം 2-ലുള്ള ലൈറ്റ് റേയിന്റെ വെലോസിറ്റി നമുക്ക് v2 എന്ന് എടുത്താൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, സോ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. ഓക്കെ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2-നെ നമ്മൾ n12 എന്ന് ഡിനോട്ട് ചെയ്യും. And it is nothing but speed of light in medium 1 to the speed of light in medium 2 with respect to medium 2 ആണ് നമ്മൾ എടുക്കുന്നത്. So to the speed of light in medium 1, speed of light in medium 1. Okay, similarly നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 കണ്ടുപിടിക്കാൻ പറയും, ഡിനോട്ടഡ് ബൈ n21. n21 എന്ന് പറഞ്ഞാൽ എന്താണ്? n21 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ റേഷ്യോ ഓഫ് റിലേറ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ടു മീഡിയം 2. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 എന്ന് പറഞ്ഞാൽ v1 ബൈ v2 ആയിരിക്കും. സിമിലർലി n12 എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് ദ റിലേറ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 2. അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വലൻ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2 വിച്ച് ഈസ് v2 ബൈ v1. സോ ഈ ഒരു ഫോർമുല ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇൻവേഴ്സ് ലോ പോലെ ആലോചിച്ചാൽ മതി. n21 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. അതെന്ന് പറയുന്നത് v1 ബൈ v2 ഈക്വലന്റ് ആയിരിക്കും. അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2 ഈക്വൽ ആയിരിക്കും. വേറെ n12 എന്ന് പറയുന്നത് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 2. സോ ദാറ്റ് വിൽ ബി v2 ബൈ v1. ആൻഡ് അബ്സല്യൂട്ട് റിലേറ്റീവ് ഇൻഡെക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, അബ്സല്യൂട്ട് റിലേറ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ് us say അബ്സല്യൂട്ട് റിലേറ്റീവ് ഇൻഡെക്സ് ഈസ് നത്തിങ് ബട്ട് c ബൈ v. സോ v എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ മീഡിയം അല്ലേ. c എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. സോ സിമിലർ കേസ് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. n12 എന്ന് പറയുമ്പോൾ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2. സോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വാക്വം ആയതുകൊണ്ട് വാക്വത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റിനെ നമ്മൾ ന്യൂമറേറ്ററിൽ പ്ലേസ് ചെയ്തു. സോ സിമിലർലി ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം ആയതുകൊണ്ട് സെക്കൻഡ് മീഡിയത്തിന്റെ സ്പീഡ് ഓഫ് ലൈറ്റിനെ നമ്മൾ ന്യൂമറേറ്ററിൽ പ്ലേസ് ചെയ്തു. ആൻഡ് ഡിനോമിനേറ്ററിൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം. ഓക്കെ, അതായത് ആ പർട്ടിക്കുലർ മീഡിയത്തിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ്. സോ ആ ഒരു അനലോഗി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. സോ ലെറ്റ് us solve one problem. Okay, if speed of light in water is given as 2.25 into 10⁻⁸ meter per second.
സോ ലെറ്റ് us say സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ നമുക്ക് v എന്ന് പറഞ്ഞെടുത്താൽ ഇറ്റ് ഈസ് 2.25 into 10⁸ meter per second. Okay. So what is the speed of light in vacuum? വാക്വത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണെന്നാണ്. സോ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ടേം ഇവിടെ യൂസ്ഫുൾ ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്താണെന്ന് അറിയാം. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് നത്തിങ് ബട്ട് 1.33 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ അറിയാം. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അതിന്റെ റിലേഷൻ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം c ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ മീഡിയം. സോ ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാട്ട് വിൽ വി ഗെറ്റ്? n എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ 1.33 ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. c ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എന്ത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ വിച്ച് ഈസ് ഗിവൺ ആസ് 2.25 into 10⁸ meter per second അല്ലേ? സോ therefore സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം c എന്ന് പറയുന്നത് എന്താ? 1.33 into 2.25 into 10⁸ meter per second. So this will be equal to എത്ര? This will be equal to 2.9, approximately 2.9 into 10⁸ meter per second. So ഇതിന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം, which is equal to 3 into 10⁸ meter per second. Okay. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. സോ ദീസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസിന് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ. സോ ഇനി നമുക്ക് ആദ്യത്തെ കേസിലായിരുന്നു, നമ്മൾ ആദ്യം ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. വൈ ഡസ് പെൻസിൽ അപ്പിയർ സെപ്പറേറ്റഡ്, അല്ലെങ്കിൽ പെൻസിലിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ കാണാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? പെൻസിലിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റോർഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒബ്ജക്റ്റിൽ എങ്ങനെയാണ്, ഹൗ ക്യാൻ വി സീ ആൻ ഒബ്ജക്റ്റ് വെൻ ലൈറ്റ് ഫാൾസ്? ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് ഫോളോ ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് റിഫ്ലക്ട് ചെയ്ത് നമുക്ക് ഐയിൽ എത്തുമ്പോഴാണ് എന്ത്? വി ക്യാൻ സീ ആൻ ഒബ്ജക്റ്റ്, റൈറ്റ്? സോ ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? ഇവിടെ ഇപ്പൊ രണ്ട് മീഡിയം ഉണ്ട്, വൺ ഈസ് എയർ ആൻഡ് ദി അതർ വൺ ഈസ് വാട്ടർ അല്ലേ? സോ ഇവിടെ light rays, assume that a light ray is coming from the medium air and reflecting. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് അതുപോലെ തന്നെ കാണും. ലൈക്ക് ലൈറ്റ് റേ ഫ്രം എയർ വിൽ ബി റിഫ്ലക്റ്റിംഗ് ആഫ്റ്റർ ടച്ചിങ് ദ പെൻസിൽ നമ്മുടെ ഐയിലോട്ട് വരും. പക്ഷെ വിച്ച് എവർ ലൈറ്റ് റേ, അതായത് എയറിൽ നിന്നും വാട്ടറിലോട്ട് പോകുന്ന ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ തട്ടി തിരിച്ചു വരുമ്പോഴും എന്താണ്? വാട്ടർ ടു എയർ ആണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഓക്കെ. സോ ലൈറ്റ് റേ ആർ റിഫ്ലക്റ്റിംഗ് ബാക്ക് ഫ്രം വാട്ടർ ടു എയർ. അപ്പൊ അവിടെയും മീഡിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. വാട്ടറിൽ നിന്ന് എയറിലോട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും റിഫ്രാക്ഷൻ സംഭവിക്കും. സോ റിഫ്രാക്റ്റഡ് റേ ആണ് നമ്മൾ എന്ത് കാണുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ അവിടെ അങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. സോ റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ കാരണമാണ് നമുക്ക് അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് നമുക്കിവിടെ ആ സർഫസിൽ പെൻസിൽ ഒടിഞ്ഞിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, ലൈക്ക് വാട്ട് വി ഹാവ് ഡിസ്കസ് ടുഡേ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് നത്തിങ് ബട്ട്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു മീഡിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? സ്പീഡ് ഓഫ് ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയത്തിന്റെ ക്യാരക്ടറിനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലേ? 1 / ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്തോറും സ്പീഡ് ഓഫ് ലൈറ്റ് ആ മീഡിയത്തിൽ കുറഞ്ഞു വരും. പിന്നെ നമ്മൾ കണ്ടത് ഒരു ഫെനോമിനാണ്, വി ഹാവ് ഡിസ്കസ് വാട്ട് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫെനോമിനൻ എന്താണെന്ന് നമ്മൾ കണ്ടു. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബെൻഡിങ് ഓഫ് ലൈറ്റ് റേ. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ബെൻഡിങ് ഓഫ് ലൈറ്റ് റേ വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ ഈസ് കോൾഡ് ആസ് റിഫ്രാക്ഷൻ. പിന്നെ നമ്മൾ കണ്ടതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈറ്റ് റേ റിഫ്രാക്ഷന്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ്
to the speed of light in that particular medium. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മീഡിയങ്ങൾ തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ റേഷ്യോ ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വൺ മീഡിയം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ അനദർ മീഡിയത്തിനാണ് എന്ത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തു ലൈക്ക് വൈ ഡസ് എ പെൻസിൽ അപ്പിയർ ഡിസ്റ്റോർട്ടഡ്, എന്തുകൊണ്ടാണ് പെൻസിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കാണുന്നത് എന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. See you. Manorama Horizon, learning made simple.